ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വന്നിരിക്കുന്ന ഒരു പ്രസ്റ്റീജിന്റെ ഇൻഡക്ഷൻ കുക്കറാണ്. നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്തു. പാത്രം വെച്ചിട്ടുണ്ട്. പവർ ഓൺ ചെയ്തു. E4. അപ്പൊ E4 ആണ് നമ്മുടെ എറർ. അപ്പൊ ഈ E4ന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഇൻഡക്ഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇൻഡക്ഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് മീറ്റർ ഒരു DC 200 DC 1000 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺ ചെയ്തു. $287 വോൾട്ട് നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ വോൾട്ടേജ് കറക്റ്റ് ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ DC വോൾട്ടിന്റെ ഹൈ വാല്യൂ റെസിസ്റ്ററുകൾ ഉണ്ടാവും. ഈ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് ഒരു ഹൈ വാല്യൂ റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ വോൾട്ടേജ് നമ്മൾ ഈ എറർ ഏത് കംപ്ലൈന്റ് വന്നാലും ഏത് ഇൻഡക്ഷൻ കുക്കർ ആയാലും എറർ വരുമ്പോൾ നമ്മൾ ഈ ഒരു വോൾട്ടേജുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു റെസിസ്റ്റർ കൂടെ ഉണ്ട്. അത് ഈ ബോർഡിൽ ഇവിടുന്നാണ് വരുന്നത്. ഇവിടുന്ന് ഒരു 270K ഇവിടെ വന്ന് ഇവിടെ ഒരു 270K. രണ്ട് റെസിസ്റ്റർ സീരീസിലാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഒറ്റ റെസിസ്റ്ററാണ്. നമ്മുടെ സാധാ ബോർഡുകളിൽ ഇവിടുന്ന് ഇങ്ങനെ രണ്ട് റെസിസ്റ്റർ അടുത്ത് തന്നെ ആയിരിക്കും ഇട്ടേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇവിടുന്ന് ഒരു റെസിസ്റ്റർ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്നാണ് അടുത്ത റെസിസ്റ്റർ ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടുത്തെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അവിടെ ആ റെസിസ്റ്ററിന്റെ ഔട്ടിൽ നമുക്ക് കുറഞ്ഞ വോൾട്ടേജ് 1 വോൾട്ടോ 2 വോൾട്ടോ ആയിരിക്കും വരുന്നത്. അവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ റെസിസ്റ്ററിന്റെ ഔട്ടിൽ നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റെസിസ്റ്ററിന്റെ ഫസ്റ്റ് പോയിന്റ്. അവിടെ നമുക്ക് ഇതാണ് അതിന്റെ ഔട്ട്. ഇവിടെ പോയിന്റ് 0102 വോൾട്ട് നമുക്ക് വരുന്നുണ്ട്. ഇത് 2.81 വോൾട്ട് നമുക്ക് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഈ റെസിസ്റ്റർ. അതിന്റെ ഫസ്റ്റ് റെസിസ്റ്ററിൽ നമുക്കൊരു 140 വോൾട്ട് അവിടെ കിട്ടണം. ഇവിടെ 0.13 വോൾട്ടേ നമുക്ക് വരുന്നുള്ളൂ. അത് പോരാ. നമുക്ക് ആ റെസിസ്റ്ററിന്റെ ഇന്നില് നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്തു. ഇന്നില് നമുക്ക് 292 വോൾട്ട് വരുന്നുണ്ട്. ഔട്ടില് നമുക്ക് വോൾട്ടേജ് വരുന്നില്ല. നമുക്ക് മീറ്റർ ഒന്ന് കുറച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 20 വോൾട്ടിൽ ഇട്ടിട്ടുണ്ട്. 0.13 അതല്ല നമ്മുടെ വോൾട്ടേജ് വരേണ്ടത്. വോൾട്ടേജ് വളരെ കുറവാണത്. ആ റെസിസ്റ്റർ നമുക്കൊന്ന് ഇളക്കി ചെക്ക് ചെയ്യണം. ഇതാണ് ആ റെസിസ്റ്റർ. ഇത് അടുത്ത ഒരെണ്ണോടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് വരുന്നില്ല. ഇതൊന്ന് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 270K ആണ്. അപ്പൊ മീറ്റർ നമ്മളൊരു 2 മെഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓംസ് കാണിക്കുന്നില്ല. ഈ റെസിസ്റ്റർ ഓപ്പൺ ആണ്.
നമുക്ക് വേറൊരു 270 നമുക്ക് അവിടെ ഇട്ട് നോക്കാം. ഇത് 267 റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുതിയ റെസിസ്റ്റർ ഒന്ന് മാറ്റിയിടാം. അപ്പോൾ നമ്മൾ ആ റെസിസ്റ്റർ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മീറ്റർ വീണ്ടും 1000 ഇട്ടിട്ടുണ്ട്. ഓൺ ചെയ്തു. ഇതേ 142 വോൾട്ട് നമുക്ക് ഔട്ടിൽ വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ വരും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ അവിടെ 0.2 വോൾട്ട് നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വോൾട്ടേജ് ഒന്ന് കുറച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 3.03 വോൾട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്കി 2 പാനലൊന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ E4 മാറിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്തു. E4 വരുന്നില്ല. നമുക്ക് ഈ ബസർ മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ബസറാണ്. അപ്പം നമുക്ക് സെറ്റ് ചെയ്ത് പോർട്ടൊന്ന് വെച്ച് നോക്കാം. ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മുടെ ഇൻഡക്ഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.